ഞാൻ ചോദിച്ചത് അമിത്ഷാ അവതരിപ്പിച്ച ആ നിയമത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി വി രാജേഷ്, നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി വി രാജേഷ്. ഇപ്പോൾ അസമിലെ പൗരത്വ രജിസ്റ്റർ തുടക്കമിട്ടു കഴിഞ്ഞല്ലോ. 19 ലക്ഷത്തോളം പേർക്ക് പൗരത്വ രജിസ്റ്ററിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഇന്ത്യക്കാരായ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. 13 ലക്ഷം പേർ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരല്ല. അവർക്ക് ഈ നിയമത്തോടുകൂടി ഇന്ത്യൻ പൗരത്വം കിട്ടുമല്ലോ? ആ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയതിൽ പല സ്ഥലങ്ങളിലും അപാകതയുണ്ട്. ഗവൺമെന്റ് തന്നെ അതിൽ സുപ്രീം കോടതി കിട്ടുമല്ലോ. ശ്രീ വി വി രാജേഷ്, താങ്കൾ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചത് കൊണ്ടാണ് നേരിട്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത്. കിട്ടുമല്ലോ. അല്ല, അവിടെ ഡിസ്പ്യൂട്ട് ഉള്ളവർക്ക് ട്രൈബ്യൂണലിൽ സമീപിക്കാം. ഇതിപ്പോൾ സുപ്രീം കോടതി മുമ്പിലാണ്. ഈ നിയമത്തോട് കൂടി ശ്രീ വി വി രാജേഷ്, ഇങ്ങനെ ഒരു സംവിധാനം ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഈ നിയമത്തോട് കൂടി ആ 13 ലക്ഷം ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുമോ ഇല്ലയോ ശ്രീ വി വി രാജേഷ്? എനിക്ക് ഒന്നും ഓർമ്മയില്ല എങ്കിലാ ഞാൻ എന്റെ ഉത്തരവ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ പൗരത്വ പട്ടികയിൽ നിന്ന്, ഇപ്പോൾ തയ്യാറാക്കിയ പൗരത്വ പട്ടികയിൽ നിന്നും പുറത്തായവർക്ക് അവർക്ക് ആവശ്യമായ അവരുടെ മതിയായ രേഖകൾ ട്രിബ്യൂണലിന് മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൗരത്വം ലഭിക്കും. ഇത് ഗവൺമെന്റിന്റെ കയ്യിലല്ല, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നത്. ശ്രീ വി വി രാജേഷ്, കുറച്ചുകൂടി നേരിട്ട് നമുക്കത് സംസാരിക്കാമല്ലോ. താങ്കൾ ചോദിച്ചത് എന്താണ് ഈ നിയമം ഇന്ത്യയിൽ ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരെ എങ്ങനെ ബാധിക്കും എന്നതാണ്. അതിന് നേരിട്ടുള്ള ഉദാഹരണമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അസം പൗരത്വ രജിസ്റ്ററിന്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള 19 ലക്ഷം പേരിൽ മുസ്ലിങ്ങളല്ലാത്ത 13 ലക്ഷം പേർക്കും ഈ നിയമത്തോടുകൂടി ഇന്ത്യൻ പൗരത്വം കിട്ടുമല്ലോ അല്ലേ? ഈ നിയമം പാസ്സാക്കുന്നതോടുകൂടി 2014 ഡിസംബർ 31 മുൻപ് ഇവിടെ വന്ന എല്ലാവർക്കും ന്യൂനപക്ഷ സമുദായത്തിൽ ലഭിക്കും. അപ്പോൾ ഈ 4 ലക്ഷം വരുന്ന അല്ലെങ്കിൽ 5 ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന പൗരത്വം ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രശ്നമല്ലേ ശ്രീ വി വി രാജേഷ്? കരഞ്ഞൂടെ നിനക്ക് ആരും കാണാതെ? 3 രാജ്യങ്ങളിൽ നിന്നും വന്ന ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് രാജേഷ്, അപ്പോൾ ബാക്കിയുള്ള 5 ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ശ്രീ വി വി രാജേഷ്? ലഭിക്കും. അവർക്കുള്ള പൗരത്വം എന്തുകൊണ്ട് ലഭിക്കില്ല? അവരെന്തിനൊഴിവാക്കും?